സമസ്തയിലെ പൊട്ടിത്തെറിയുടെ കാര്യത്തിൽ ആദ്യം സമസ്ത വിശദീകരണം നൽകിയത് അങ്ങനെ പൊട്ടിത്തെറിയൊന്നും ഉണ്ടായിട്ടില്ല, ഇറങ്ങിപ്പോയിട്ടില്ല ജഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നുള്ളതാണ്. എന്താണ് നമുക്കറിയാൻ സാധിക്കുന്നത്? എന്തെങ്കിലും സ്ഥിരീകരണം ആ വിഷയത്തിലുണ്ടോ? വി എസ് രഞ്ജിത്ത്, നമുക്ക് ആ പ്രതികരണം ഒന്ന് കേട്ടിട്ട് വരാമെന്ന് തോന്നുന്നു. ഒരു പ്രതികരണം. എന്താണ് സംഭവിച്ചത്? ചില മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഉമർ ഫൈസി മുക്കത്തോട് സദസ്സിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടത് ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വിയോ? എന്തുകൊണ്ടാണ് മുഷാവറ യോഗത്തിൽ നിന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയത്? ബഹാവുദ്ദീൻ മുഹമ്മദ് നദ്വി സംസാരിക്കുന്നു. സംഗതി സംഭവിച്ചത് മുഷാവറയിൽ ഇന്ന് ആദ്യം ഒരു ആമുഖ ഭാഷണം നടത്തി. പൊതു വിഷയങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളൊക്കെ പണ്ഡിതരാണ്, നമ്മൾ മാതൃകയാണ് സമുദായത്തിലെ തെറ്റിദ്ധാരണകളൊക്കെ തിരുത്തണം എന്നുള്ള വിഷയങ്ങളൊക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരു ആമുഖ ഭാഷണം. ആ ആമുഖ ഭാഷണത്തിന്റെ അവസാന ഭാഗത്ത് തങ്ങൾ പറഞ്ഞ് ഉമർ ഫൈസിയെ പറ്റിയുള്ള ചില പരാതികളും ചർച്ചകളൊക്കെ ഒന്ന് വരും. ആ സമയത്ത് ഉമർ ഫൈസിയുടെ മാറി ഇരിക്കണം. മുമ്പെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ മുമ്പൊരു അഭാവമുള്ള വേണ്ടത് നല്ലത് എന്ന് പറഞ്ഞാൽ 10-20 മിനിറ്റുള്ള സംസാരം തങ്ങൾ അവസാനിപ്പിച്ചു. അങ്ങനെ യോഗം സാധാരണ നടപടികളുമായി മുന്നോട്ട് പോയി. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ ശേഷം പിന്നെ ഞാനാണ് ചോദിച്ചത്, സമസ്തയുടെ കീഴടങ്ങളുടെ നേതാക്കന്മാരിൽ 25 ആൾ സൈൻ ചെയ്തൊരു ഹർജി വന്നിട്ടുണ്ട്, അത് ചർച്ചയ്ക്കെടുക്കുന്നില്ല എന്ന് ചോദിച്ചു. അപ്പോൾ നേതാക്കന്മാർക്കൊക്കെ അറിയാം, എല്ലാവർക്കും അവരുടെ കോപ്പി ആയി കൊടുത്തിരുന്ന ഒപ്പിട്ട ആൾക്കാർ, സംഘടനയുടെ നമ്മുടെ തട്ടത്തിലുള്ള ആൾക്കാരെ കീഴടങ്ങളുടെ. അപ്പൊ അത് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മാനേജറത് എടുത്തു. മാനേജറുള്ളത് വായിക്കലും അവതരിപ്പിക്കലൊക്കെ. അപ്പൊ അതിൽ ആദ്യം 25 ആൾ ഒപ്പിട്ട ഒരു 6 പേജിലുള്ള ഒരു ആർട്ടിക്കിളാണ് ഒരു പിന്നെ ഹർജിയ. അത് വായിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ സമാനമായ കുറച്ച് പിന്നെ കടലാസുകൾ വേറെ ഉണ്ടായിരുന്നു. കീഴടങ്ങളുടെയും സമസ്ത പ്രവർത്തകന്മാരുടെയും ഒക്കെ ഭാഗത്തു നിന്നുള്ള കത്തുകൾ. അത് സമാന വിഷയങ്ങളായതുകൊണ്ട് ഇതിന്റെ കൂടെ വായിച്ചു. എന്നിട്ട് പിന്നെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. വിഷയത്തിലേക്ക് കടക്കുന്ന ആ സമയത്തും തങ്ങൾ പറഞ്ഞു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ ഉമർ ഫൈസി ഒന്ന് മാറിയിരിക്കണം, ഉമർ ഫൈസിനെ പറ്റിയുള്ള വിഷയങ്ങളാണ് ചർച്ചയ്ക്ക് വരാൻ പോകുന്നത്. അപ്പൊ ഉമർ ഫൈസി പറഞ്ഞു, ഞാൻ മാറിയിരിക്കൂല, മാറിയിരിക്കേണ്ടതില്ല, നമ്മൾ ചർച്ച ചെയ്തോളൂ, ഞാൻ അതിന് എതിരൊന്നും പറയുന്നില്ല, പിന്നെ മാറിയിരിക്കണം നിർബന്ധമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ പറഞ്ഞത്, പ്രസിഡന്റ് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾ മാറിയിരിക്കുകയാണ് വേണ്ടത് എന്നല്ല, ഞാൻ ആ വിഷയം പറയല്ല ചെയ്തിട്ടുള്ളത്. ഞാൻ സപ്പോർട്ട് ചെയ്ത് പ്രസിഡന്റിന് മുമ്പ് മാറിയിരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോ. അപ്പൊ നിങ്ങളടക്കമുള്ള കുറെ കള്ളന്മാരെന്നുള്ള രൂപത്തിൽ എന്തോ ഒരു വാക്യം മൂപ്പര് പ്രയോഗിക്കുകയും ചെയ്തു. അപ്പൊ പിന്നെ മൂപ്പര് വിഷയം തുടങ്ങുന്നതിന്റെ ഒരു മുന്നോടിയായിട്ട് ഞാൻ പറഞ്ഞ ഇളവണ്ണപ്പാറയിൽ പ്രസംഗിച്ചപ്പോ പിന്നെ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞിട്ട് ഖാദി ഫൗണ്ടേഷനെ വിമർശിച്ചു, തങ്ങളെ വിമർശിച്ചു എന്നാണ് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് 4 കാലം മേൽ നടക്കും, പിന്നില് മോൾക്ക് വളഞ്ഞ വാലുണ്ടാവും, ഇടക്ക് കുരക്കും, പിന്നെ നായെന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷെ ആളുകളൊക്കെ അത് മനസ്സിലാക്കി കഴിഞ്ഞു. ആ ശൈലി ഖുർആനിലുണ്ട് പല സ്ഥലത്തും. ആളെ പേര് പറയാതെ ലക്ഷണങ്ങൾ പറയാ, എന്നിട്ട് ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ പറയുന്നത് അത് ഇന്ന ആളെ പറ്റിയാണെന്ന് പറയുന്നുണ്ട്. എന്നതുപോലെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ തങ്ങളെയാണ് ജനങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാക്കാൻ? നിങ്ങൾ കള്ളന്മാരാണ്, നിങ്ങളാണ് കള്ളന്മാര് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്, പ്രചരിപ്പിച്ചുകൊണ്ട് നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ സമസ്തയിലെ മുഷാവറ അംഗങ്ങളുടെ ഇടയിൽ ഇതൊരു വലിയ. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താണ് ഞാൻ കട്ടെടുത്തതെന്ന് കള്ളന്മാര് പറഞ്ഞപ്പോ. അപ്പൊ അയാൾ വിശദീകരിച്ചു, കള്ളന്മാരാണോ കട്ടെടുക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്, കള്ളം പറയുന്നവരാണെന്നാണ്. അപ്പൊ തങ്ങൾ പറഞ്ഞു, ഈ ഇരിക്കുന്ന ആൾക്കാരൊക്കെ കള്ളന്മാരെന്ന് പറഞ്ഞാൽ ഞാനും അതിൽ പെട്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇനിയോട് ഇരിക്കുന്നത് ശരിയല്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. അങ്ങനെ ജിഫ്രി തങ്ങള് മുഷാവറയിൽ നിന്ന് ഇറങ്ങി വന്നു. അതെ, അങ്ങനെ മുഷാവറയിൽ നിന്ന് ഇറങ്ങി. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ. റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയായിരുന്നു. ആ വാർത്ത ഇപ്പോൾ സ്ഥിരീകരണമായിരിക്കുന്നു. റിപ്പോർട്ടറിന്റെ ബിഗ് എക്സ്ക്ലൂസീവ്. സമസ്തയിലെ പൊട്ടിത്തെറി ആ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുകയാണ് ബഹാവുദ്ദീൻ നദ്വി. റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്ത ശരിയാണ് എന്നതാണ്. പിന്നീട് അത് തിരുത്തിയൊരു പ്രതികരണം വന്നിരുന്നുവെങ്കിലും ഇപ്പോൾ ബഹാവുദ്ദീൻ നദ്വി തന്നെ പറയുന്നു, അങ്ങനെ ഒരു പൊട്ടിത്തെറിയുണ്ടായി, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോയി, ഉമർ ഫൈസിയുടെ കള്ളന്മാർ പ്രയോഗം ജിഫ്രി തങ്ങളെ ക്ഷുഭിതനാക്കിയെന്നും അവിടെ ഇരിക്കുന്നവരെ എല്ലാവരെയും ഉദ്ദേശിച്ചാണോ, അപ്പോൾ ഞാനും അതിൽ ഉൾപ്പെടുമല്ലോ എന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഇതെല്ലാം
ഇതെല്ലാം ഇപ്പോൾ ശരിവയ്ക്കുകയാണ് ബഹാവുദ്ദീൻ നദ്വി. അപ്പോൾ റിപ്പോർട്ടർ ഇന്നലെ റിപ്പോർട്ട് ചെയ്ത വാർത്ത ശരിയാണ് എന്നത് സാക്ഷ്യപ്പെടുത്തുകയാണ് ബഹാവുദ്ദീൻ നദ്വി. നമുക്കിപ്പം വി എസ് രഞ്ജിത്തുണ്ട്. വി എസ് രഞ്ജിത്ത്, സമസ്തയിലെ വാർത്തകളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്രമേൽ വലിയ സൂക്ഷ്മത പുലർത്താറുണ്ട്. എല്ലാ വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്തരം സൂക്ഷ്മത പുലർത്തും. പക്ഷേ ഇവിടെ സമസ്തയുടെ വാർത്തയായതുകൊണ്ട് തന്നെ അതൊരു പണ്ഡിത സഭയാണ്. അപ്പോൾ ആ സഭയെ സംബന്ധിച്ച് ഏതെങ്കിലും തെറ്റായ വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരുപാട് അതിൻ്റെ ചലനങ്ങൾ ഉണ്ടാവും. അപ്പോൾ ആ വാർത്ത നമ്മൾ പുറത്തുവിടുമ്പോൾ പിന്നീട് വിശദീകരണം എത്തുന്നത് അങ്ങനെ പൊട്ടിത്തെറികളോ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ അതല്ല, നമ്മൾ റിപ്പോർട്ട് ചെയ്തത് തന്നെയാണ് ശരിയെന്നാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ആ ബഹാവുദ്ദീൻ നദ്വി തന്നെ അത് തുറന്നു പറയുമ്പോൾ ആ രീതിയിൽ തന്നെ വലിയ ഒരു പൊട്ടിത്തെറി സമസ്ത മുശാവറ യോഗത്തിൽ നടന്നു എന്നത് വാസ്തവമാണല്ലേ വി എസ് രഞ്ജിത്ത്? തീർച്ചയായിട്ടും ഇന്നലെ സമസ്തയുടെ യോഗം കഴിഞ്ഞ ശേഷം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പുറത്തു വന്ന് പറഞ്ഞത് വിവാദ വിഷയങ്ങളൊന്നും ചർച്ചയ്ക്കെടുത്തില്ല, കാരണം സമയം തികഞ്ഞില്ല, അതുകൊണ്ട് മറ്റൊരു ദിവസം ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ അതിനുശേഷം അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ഈ വിവാദ വിഷയം എടുക്കാനുള്ള ഒരു അജണ്ട വന്നു. ആ വന്ന സമയത്ത് ഉമർ ഫൈസി മുക്കത്തോട് മാറിയിരിക്കാൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ആവശ്യപ്പെട്ടു. പക്ഷേ മാറിയിരിക്കേണ്ട സാഹചര്യമില്ല, ചർച്ച നടക്കട്ടെ, ആ ചർച്ചയിൽ പറയുന്നത് ഞാൻ കേട്ടുകൊള്ളാൻ, ഞാൻ ഇടപെടില്ല എന്ന മട്ടിൽ ഉമർ ഫൈസി മുക്കം അവിടെ തന്നെ ഇരുന്നു. ആ സമയത്താണ് ബഹാവുദ്ദീൻ നദ്വി ഇത്തരത്തിൽ പറഞ്ഞിട്ടുള്ളത്. താങ്കൾ ഉദ്ദേശിച്ചിട്ടുള്ളത് പാണക്കാട്ട് തങ്ങളെ തന്നെയാണ് എന്നുള്ള കാര്യം വ്യക്തമാണ്. അതെല്ലാ ലക്ഷണങ്ങളും പറഞ്ഞ ശേഷം പിന്നീട് തങ്ങളുടെ പേര് പറഞ്ഞില്ല എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. ലക്ഷണങ്ങൾ സൂചിപ്പിക്കുന്ന ആരെയാണെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകും. ജനങ്ങൾ അത് മനസ്സിലാക്കി കഴിഞ്ഞു എന്ന തരത്തിൽ പറഞ്ഞു. ആ സമയത്താണ് ഉമർ ഫൈസിയുടെ ഭാഗത്തുനിന്ന് കള്ളന്മാർ പ്രയോഗം ഉണ്ടായിട്ടുള്ളത്. അതായത് നിങ്ങൾ ചില കള്ളന്മാർ ഇവിടെ വരുന്ന ഓരോ അഭിപ്രായങ്ങളും പരാതികളും പറയുമ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാനും കേൾക്കണമല്ലോ, അങ്ങനെ കേട്ട ശേഷം എനിക്കും അഭിപ്രായം പറയാനുള്ള അവസരം ഉണ്ടാകുമല്ലോ എന്ന പ്രയോഗം നടത്തി. അപ്പോൾ കള്ളന്മാർ എന്ന പ്രയോഗം പറഞ്ഞപ്പോൾ അത് പ്രസിഡന്റിന്റെ അഭിപ്രായത്തോടെ എതിരഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമല്ല, സാമാന്യമായ എല്ലാവരെയും ഉദ്ദേശിച്ച് കള്ളന്മാരെന്നൊരു പ്രയോഗം നടത്തി എന്ന മട്ടിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടായി. അപ്പോൾ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ കാര്യം തന്നെ കൂടി ഉദ്ദേശിച്ചാണല്ലോ എന്ന് പറഞ്ഞ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു എന്നാണ് ഇപ്പോൾ ബഹാവുദ്ദീൻ നദ്വി ഒരു ഓഡിയോ സംഭാഷണത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഇന്നലെ ഉമർ ഫൈസി മുക്കവുമായി ബന്ധപ്പെട്ട വിവാദ വിഷയം ചർച്ചയ്ക്കെടുക്കുകയും ആ ചർച്ച വന്ന സമയത്ത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ശുഭിതനായി ഇറങ്ങിപ്പോവുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത് സമസ്ത മുശാവറ യോഗത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടായി എന്നുള്ള വാർത്ത ശരിവെക്കുന്നതാണ് ഇപ്പോൾ ബഹാവുദ്ദീൻ നദ്വിയുടെ അഭിപ്രായം. സമസ്ത മുശാവറയിലെ ലീഗ് അനുകൂലിയായിട്ടുള്ള പ്രധാനപ്പെട്ട നേതാവാണ് ബഹാവുദ്ദീൻ നദ്വി. അദ്ദേഹം ഉമർ ഫൈസി മുക്കത്തിനെതിരെ പരസ്യമായി തന്നെ രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. മുശാവറയിലും ഇത്തരത്തിലുള്ള ചർച്ചകൾ വന്നു എന്നുള്ളതാണ്. ഒരു വിഭാഗം ആളുകൾ ഉമർ ഫൈസി മുക്കം എഴുന്നേറ്റ് പോകേണ്ടതില്ല, ഉമർ ഫൈസി മുക്കം ഇരിക്കട്ടെ എന്നൊരു നിലപാട് സ്വീകരിച്ചു. അങ്ങനെ മറ്റൊരു വിഭാഗം ഉമർ ഫൈസി മുക്കം എഴുന്നേറ്റ് പോകണം, ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതാണ് ശരി എന്ന നിലപാട് സ്വീകരിച്ചു. ഇതൊരു തർക്കത്തിലേക്ക് പോയി. ഒടുവിൽ ഉമർ ഫൈസി മുക്കത്തിന്റെ കള്ളന്മാർ പ്രയോഗം വന്നു. ആ പ്രയോഗത്തിൽ ശുഭിതനായി ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇറങ്ങിപ്പോവുകയും ചെയ്തു. ഓക്കെ, താങ്ക് യു വി എസ് രഞ്ജിത്ത്. വി എസ് രഞ്ജിത്താണ് എക്സ്ക്ലൂസീവ് ബിഗ് ബ്രേക്കിംഗ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരിക്കുന്നത്. സമസ്തയിൽ ഇന്നലെ പൊട്ടിത്തെറി നടന്നു എന്നുള്ളത് ബഹാവുദ്ദീൻ നദ്വി സ്ഥിരീകരിച്ച ശബ്ദ സംഭാഷണമാണ് പ്രേക്ഷകർ ഇപ്പോൾ കേട്ടത്.